ഏറ്റുമാനൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായി കടപ്പൂര് ദേവീക്ഷേത്രത്തിൽ നിന്ന് കുലവാഴ ഘോഷയാത്ര ആരംഭിച്ചു. വയല, വെമ്പള്ളി, കളത്തൂര്, കാണക്കാരി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഭക്തർ എത്തിക്കുന്ന കുലവാഴ, കരിക്കിൻകുല, കരിമ്പ് മുതലായവ കടപ്പൂർ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. കടപ്പൂർ നിവാസികൾ നട്ടുനനച്ചു വളർത്തിയെടുത്ത കുലവാഴകളും കരിക്കിൻകുലകളുമാണ് രഥഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിക്കുന്നത്. ഘോഷയാത്രയുടെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ നടന്ന പൊതുയോഗം ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായർ ഉദ്ഘാടനം ചെയ്തു. കടപ്പൂർ ദേശത്തിൻ്റെ ദേശാധിപനായ ഏറ്റുമാനൂരപ്പൻ്റെ സന്നിധിയിലേക്കുള്ള ഈ കുലവാഴ പുറപ്പാട് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കൂടുതൽ നല്ല രീതിയിൽ മുന്നേറട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ ഉത്സവം എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും നല്ല, അതായത് പൗരാണികമായി നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഏറ്റുമാനൂരപ്പൻ്റെ ഉത്സവമാണ്. കടപ്പൂർ ദേശവും കാണക്കാരി, വെമ്പള്ളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും ഏറ്റുമാനൂർ ദേശാധിപനാണ്. അപ്പോൾ നമ്മുടെ ദേശാധിപനത സമർപ്പിക്കുന്ന ഈ കാണിക്ക, അത് നമ്മുടെ കാർഷിക വിളകൾ സമർപ്പിക്കുക, അതായത് ഏറ്റുമാനൂരപ്പൻ്റെ പ്രദേശമായിരുന്നു ഈ കടപ്പൂർ ഉൾപ്പെടെയുള്ള ഈ പ്രദേശമൊക്കെ ഏറ്റുമാനൂരപ്പൻ്റെ പണ്ടെല്ലാം ഭഗവാന്റെ വസ്തുക്കളായിരുന്നു. ആ സങ്കല്പത്തിൽ നമ്മളുടെ കാർഷിക വിളകൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. ആ കാർഷിക വിളകൾ നമ്മൾ ആണ്ടിലൊരിക്കൽ സമർപ്പിക്കുന്ന ഈ കാർഷിക വിളകൾ നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള നമ്മുടെ മുന്നേറ്റം കാണിക്കുന്നതാണ്. യോഗത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് KR ശശികുമാരൻ നായർ, ക്ഷേത്രം രക്ഷാധികാരി ഡോക്ടർ MJM നമ്പൂതിരി, വിവിധ സാമുദായിക സംഘടനകളുടെ നേതാക്കൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. തവളക്കുഴിയിൽ നിന്നും സമർപ്പണ ഘോഷയാത്ര സാംസ്കാരിക ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് നീങ്ങും. ക്ഷേത്രസന്നിധിയിൽ ദേവസ്വം മന്ത്രി VN വാസവൻ കുലവാഴയും കരിക്കിൻ കുലകളും ഏറ്റുവാങ്ങും.